പ്രിയപ്പെട്ടവരെ, ടീം എമർജൻസി കേരള സേവന സന്നദ്ധ റെസ്ക്യൂ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘടനയുടെ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി ഈ വരുന്ന ഉത്രാട നാളിൽ, അതായത് ഓഗസ്റ്റ് 25 ഈരാറ്റുപേട്ട മുട്ടൻ കവലയിൽ വെച്ച് ഒരു മത്സര വള്ളംകളി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജലവിഭവ നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഈ പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും വിശിഷ്ടാതിഥിയായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അച്ചായൻ ഗോൾഡിന്റെ ഉടമ ടോണി അച്ചായൻ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമിൽ MLA മാർ, MP മാർ, പൗരപ്രമുഖർ എല്ലാം പങ്കെടുക്കുന്ന ഈ വള്ളംകളിയിൽ ഈരാറ്റുപേട്ടയുടെയും പരിസര പ്രദേശത്തുമുള്ള ബോട്ട് ക്ലബ്ബുകൾ അണിനിരത്തുകൊണ്ട് ഏതാണ്ട് 9 ടീമുകൾ അണിനിരക്കുന്ന മത്സര വള്ളംകളിയാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു മാസക്കാലമായി അതിന്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 25 ചൊവ്വാഴ്ച ടീമിന്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് ഈ വള്ളംകളി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതില് ഓണത്തിന്റെ ഈ മത്സരത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ സമ്മാന കൂപ്പൺ വിതരണം ചെയ്യുകയും ഒന്നാം സമ്മാനമായി KK ഫുഡ് സ്പോൺസർ ചെയ്യുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഞങ്ങൾ നൽകുന്നത്. മറ്റ് 2, 3 അങ്ങനെ 10 സമ്മാനങ്ങളാണ് അന്നത്തെ ദിവസം അവിടെ വെച്ച് വിതരണം ചെയ്യുന്നത്. ഈരാറ്റുപേട്ടയുടെ വ്യാപാരികൾ, അതുപോലെയുള്ള പൊതുസമൂഹം, മറ്റ് പൊതുജനങ്ങൾ കഴിഞ്ഞ ഞങ്ങളുടെ പ്രവർത്തനത്തിന് ടീം എമർജൻസിയെ സംബന്ധിച്ചിടത്തോളം സേവന സന്നദ്ധ റെസ്ക്യൂ മേഖലയിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാണിക്കുന്ന സംഘടനയ്ക്ക് ഈരാറ്റുപേട്ടയിലെ പ്രമുഖരും വ്യാപാരി സുഹൃത്തുക്കൾ കഴിഞ്ഞ ഞങ്ങൾ നടത്തിയ നഗരോത്സവത്തിൽ ഞങ്ങൾക്ക് നൽകിയ അകമഴിഞ്ഞ ആ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രാവശ്യവും ഈ വള്ളംകളിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരും ഉത്രാട നാളിൽ ഈരാറ്റുപേട്ട മുട്ടൻ ജംഗ്ഷനിൽ നടക്കുന്ന ആ വള്ളംകളിയിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ടീം എമർജൻസിയുടെ 3ാമത് വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. എന്നും ജനങ്ങൾ കൂടെ ഉണ്ടാവും. എപ്പോഴും പ്രാർത്ഥനയിലാണ് നമ്മളെപ്പോഴും ചോദിക്കാറുള്ളത്. ഇപ്പം കേരളക്കര മൊത്തം നമ്മുടെ ടീം എമർജൻസി ആയിട്ടുണ്ട്. ആളോളം സ്ഥലത്ത് ഇപ്പോൾ ആയിട്ടുണ്ട്. ജനങ്ങൾക്ക് സഹായിക്കാം എന്ന് മനസ്സുള്ള ആൾക്കാരെ മൊത്തം നമ്മൾ ആ സ്ഥലത്ത് പോയി കൂട്ടിയിണക്കി ഒരു ടീം ഉണ്ടാക്കുവാണ്. വെള്ളത്തിൽ ചാടുന്നവർ മാത്രമല്ല, പാമ്പ് പിടുത്തം, അതേപോലെ മാനസിക രോഗിനെ കൊണ്ടുവന്നത്, അവരെ കൗൺസിലിംഗ് നടത്തുന്നത്, ഒരു സർക്കാരിന് എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതേ സംവിധാനങ്ങളായി ടീം എമർജൻസി ഇപ്പം. അപ്പൊ നമുക്ക് റെസ്ക്യൂ രംഗത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ ജനങ്ങളെ സെറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ നമുക്ക് ഒത്തിരി കുറവുണ്ട്. അതുകൊണ്ടാണ് ഇതേപോലത്തെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ വെക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. ജനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടിനും ടീം എമർജൻസി എന്നും കൂടെ ഉണ്ടാവും. ഇത്ര നാളും കൂടെ ഉണ്ടായിട്ടുണ്ട്. 163 മൃതദേഹങ്ങൾ വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും എല്ലാമായിട്ട് എടുത്തിട്ടുണ്ട്. 10-70 ജീവൻ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എനിക്കും എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ സഹപ്രവർത്തകർക്കും നാട്ടുകാർ നല്ലപോലെ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ നാടിന്റെ തന്നെ ഒരു പ്രത്യേകതയാണിത്. ഈരാറ്റുപേട്ടക്കാർ ഏതൊരു സംഭവം വന്നാലും ഒന്നിച്ച് നിൽക്കാറുണ്ട്. അതേപോലെ എല്ലാ യൂണിറ്റുകളിലും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ടയാണ് നമ്മുടെ സംസ്ഥാന ടീം എമർജൻസിയുടെ തന്നെ ഹെഡ് ഓഫീസ്. അതുകൊണ്ട് ഈ ഓഫീസിൽ എല്ലാ ഉപകരണങ്ങളും വേണം. മെയിനായിട്ട് നിങ്ങൾ വാങ്ങിത്തന്ന ഒത്തിരി ഉപകരണങ്ങൾ നമുക്കുണ്ട്. ഇപ്പം എല്ലാ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഈയിടെ തന്നെ ഒരു അപകടം ഈരാറ്റുപേട്ടയിൽ രാത്രി 12 മണിക്ക് നടന്നപ്പോൾ ഒരു 3/4 മണിക്കൂറോളം വണ്ടിക്കകത്ത് ഒരാൾ ഇരിക്കേണ്ട വന്നു. അതിന് ഫയർഫോഴ്സിന്റെ സഹായം കൂടെ വന്നു കഴിഞ്ഞാണ് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ഉപകരണങ്ങളെല്ലാം നമ്മുടെ ഓഫീസിലുണ്ടെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് നമുക്കിവിടെ എത്താൻ പറ്റും. ദൈവത്തിന്റെ സഹായം കൊണ്ട് എല്ലാ കേസുകെട്ടും നമ്മുടെ ഓഫീസിൽ വരാറുണ്ട്. ഒത്തിരി ഒരു ദിവസം തന്നെ 3-4 കോളുകളാണ് ടീം എമർജൻസിക്ക് വരാറുള്ളത്. എപ്പോഴും 24 മണിക്കൂറും നിൽക്കുന്ന ഒരു ഓഫീസാണ് നമുക്കുള്ളത്. മുട്ടൻകവലയിൽ തന്നെ 24 മണിക്കൂറും
ചെയ്യുന്ന ഒരു ഓഫീസുണ്ട് നമുക്ക്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഇനി കൂടുതൽ വിവരം രക്ഷാധികാരിയായ ജോഷി മൊഴിയാകൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. ഓക്കെ. ഈ സംഘടനയെക്കുറിച്ച് ബഹുമാന്യനായ ഞങ്ങളുടെ പ്രസിഡന്റ് അഷ്റഫുദ്ദീൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് സുഹൈൽ ഖാനും ഒക്കെ വിശദമായി തന്നെ ഈ വള്ളംകളിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഈരാറ്റുപേട്ടയിൽ രൂപം കൊണ്ട ടീം എമർജൻസി കേരള എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് വളർന്നു വലുതായി ഒരു വൻപടവൃക്ഷമായി കാസർഗോഡ് ജില്ലയിലെ കടുവേലിയിലും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത പ്രദേശമായ മണിമലയിലും തൃശ്ശൂരും വാഗമണ്ണിലുമൊക്കെ യൂണിറ്റ് വളരെ ശക്തമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ അഗളി കോട്ടത്തറ പ്രദേശത്തും വയനാട് ജില്ലയിലെ കൽപ്പറ്റ മേഖലകളിലും ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന പുതുതായി യൂണിറ്റുകൾ രൂപീകരിക്കുക. അവിടെ അതത് പ്രദേശത്തെ ജനപ്രതിനിധികളെയും പൗരപ്രമുഖരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു ഉദ്ഘാടനം വെക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഈ വള്ളംകളി ഞങ്ങളുടെ ബഹുമാനായ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് ആദ്യ വള്ളംകളി ഈരാറ്റുപേട്ടയിലും രണ്ടാമത് കോട്ടയത്തും നടത്തുകയുണ്ട്. ഇപ്പോൾ മൂന്നാമത് ബഹുമാന്യനായ കേരളത്തിന്റെ ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടികൾ നടത്തുന്നത് ഞങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ്. ഫണ്ട് സ്വരൂപിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും പല റെസ്ക്യൂ രംഗത്ത് പല സംവിധാനങ്ങളും പല ആയുധങ്ങളും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നു. പരമകാരുണ്യവാനായ ദൈവം തമ്പുരാന്റെ കൃപാകടാക്ഷത്താൽ അച്ചായൻ സ്കൂളിന്റെ സഹായ സഹകരണത്തോടുകൂടി ഞങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്കൂബ ഡൈവേഴ്സ് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പൂഞ്ഞാറിൽ നടന്ന എമർജലൈറ്റ് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡെങ്കി ബോട്ടും ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇനിയും ആംബുലൻസ് അടക്കമുള്ള പല സംവിധാനങ്ങളും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ ഉദയം കൊണ്ട ഈ പ്രസ്ഥാനം ഇന്ന് വളർന്നു വലുതാകുന്നതിന് ജാതി മത ഭരണവർഗ രാഷ്ട്രീയ കക്ഷി ചിന്താഗതികൾക്കെല്ലാം അതീതമായി ഈരാറ്റുപേട്ടയിലെയും പരിസര പ്രദേശത്തെയും ജനങ്ങളുടെ ഒന്നടങ്കമുള്ള പിന്തുണയും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ യാതൊരുവിധമായ ലാഭേച്ഛയോ പ്രതിഫലേച്ഛയോ ഇച്ഛിക്കാതെ കേരളത്തിനകത്തും പുറത്തും പ്രവർത്തനം നടത്തുവാൻ തയ്യാറായി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാരായ ആളുകളുടെ ധീരോദാത്തമായ പോരാട്ടങ്ങളുടെ അസാന്തമായ പരിശ്രമത്തിന്റെ പരിണത ഫലമായിട്ടാണ് ഇന്ന് ടീം എമർജൻസി കേരള വളർന്നു വലുതായി ഈ രൂപത്തിലും ഭാവത്തിലും എത്തിയിരിക്കുന്നു. നാളിതുവരെ ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള അകൈതവുമായ നന്ദിയും സ്നേഹവും കടപ്പാടും നാളുകളിലും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഉത്രാട നാളിൽ നടക്കുന്ന ഈ വള്ളംകളിയോട് നിങ്ങൾ ഏവരുടെയും നിസ്വാർത്ഥവും നിസ്സീമവുമായ എല്ലാവിധമായ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാണികൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. വാഹന പാർക്കിങ്, അതുകൂടാതെ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം, മികച്ചിലാറിന്റെ ഇരു ഭാഗങ്ങളിലും നമുക്ക് വ്യക്തമായിട്ട് വീക്ഷിക്കാനുള്ള സൗകര്യവും നമ്മൾ തയ്യാറാക്കി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഏത് പ്രോഗ്രാം ടീം എമർജൻസി ഈരാറ്റുപേട്ടയിൽ നടത്തിയാലും അതിന്റെ തുടക്കം മാത്രമാണ് ടീം എമർജൻസി ആരംഭിക്കുന്നത്. പക്ഷെ അത് ഫിനിഷ് ചെയ്തത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അതുപോലുള്ള ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വള്ളംകളിക്ക് ശേഷം ഗാനമേള, അതിഗംഭീരമായ ഒരു ഗാനമേളയും നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. എല്ലാവരും സഹകരണം. നമ്മുടെ ടീം എമർജൻസി ആദിത്യ വരുന്ന മൂന്നാമത് മീനച്ചിൽ വള്ളംകളി ഞങ്ങളുടെ ഫസ്റ്റ് ടൈമിൽ നടത്തിയപ്പോൾ തന്നെ നമ്മളത് ഹെലിക്യാമും അതുപോലെയുള്ള ഈ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മൂന്നാമത് വള്ളംകളിയിലും എല്ലാവരും ലോകത്തിന്റെ എവിടെ ഇരുന്ന് ഇത് വീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അതിലുപരി ഇതിന്റെ ഫോട്ടോ ഫിനിഷിംഗ് വരുമ്പോൾ സംവിധാനം ആവശ്യമുണ്ട്.